അഭിലാഷിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ജനകീയ ധനസമാഹരണത്തിന്റെ ഭാഗമായി ചേർത്തല നഗരസഭയിൽ ഭവന സന്ദർശനവും നോട്ടീസ് വിതരണവും നടന്നു. കരൾമാറ്റ ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകൻ അഭിലാഷിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ജനകീയ ധനസമാഹരണത്തിന്റെ ഭാഗമായി ചേർത്തല നഗരസഭയിൽ ഞായറാഴ്ച വിപുലമായ ഭവന സന്ദർശനവും നോട്ടീസ് വിതരണവും നടന്നു. ജൂൺ 14-ാം തീയതി നടക്കുന്ന പ്രധാന ജനകീയ ധനസമാഹരണത്തിന്റെ മുന്നോടിയായാണ് വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ബോധവൽക്കരണവും നോട്ടീസ് വിതരണം സംഘടിപ്പിച്ചത്. ജീവൻ രക്ഷാ സമിതി ചെയർപേഴ്സൺ എസ് സോബിൻ, ജനറൽ കൺവീനർ കെ.ടി. മധു, വൈസ് ചെയർപേഴ്സൺമാരായ എൻ.എൽ. വത്സലകുമാരി, വി.എ. സുരേഷ് കുമാർ, ജോയിന്റ് കൺവീനർമാരായ അനൂപ് ചാക്കോ, ടി.എസ്. അജയ്കുമാർ, മുനിസിപ്പൽ സെക്രട്ടറി പി.കെ. സുജിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനവും നോട്ടീസ് വിതരണവും നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മാധ്യമപ്രവർത്തകനുമായ അഭിലാഷിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് 36 വാർഡിലും നമ്മുടെ നിധി സമാഹരണവുമായി ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചേർത്തല നഗരസഭ 12-ാം വാർഡിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി പോലും ഇന്നത്തെ ദിവസം അനുകൂലമായി നിൽക്കുകയാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് 36 വാർഡിലും മുഴുവൻ വീടുകളും സമ്പർക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മുഴുവൻ കൗൺസിലർമാരും ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളും ഈ പ്രവർത്തനത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളും നമ്മുടെ അയൽക്കൂട്ടം അമ്മമാരും ഈ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അതിൻ്റെ പ്രവർത്തകരും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. സേവന മനോഭാവമുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി മാധ്യമ പ്രവർത്തകരും നമ്മളോടൊപ്പമുണ്ട്. ഈ ദൗത്യത്തിൽ മുഴുവൻ ആൾക്കാരും ഒരേ മനസ്സോടുകൂടി ഒരേ പ്രവർത്തനത്തിലൂടെയാണ് മുന്നേറുന്നത്. എല്ലാവരും ഈ നിധി ശേഖരണത്തിൽ പങ്കെടുക്കണം. മുഴുവൻ കൗൺസിലർമാരും വളരെ പ്രതിസന്ധികളാണ്. ഇപ്പം മഴ പെയ്യുന്നത് മൂലം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്. എന്നിട്ട് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുഴുവൻ കൗൺസിലർമാരും വളരെ സക്രിയമായിട്ടും സജീവമായിട്ടും ഈ പ്രവർത്തനത്തിൽ രംഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.